നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അടുത്തിപ്പോൾ ഏറ്റവും വലിയ ഹിറ്റായ ഒരു ചിത്രമാണ് ആവേശം. അപ്പോൾ ആവേശത്തിനകത്തിലെ ഏറ്റവും മികവിറ്റ് നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് രംഗയും അതുപോലെ തന്നെ അംബാനും. ഇതേപോലൊരു ക്യാരക്ടേഴ്സിനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് മുന്നാബായ് MBBS എന്ന് പറഞ്ഞൊരു ഹിന്ദി ചിത്രമുണ്ടായിരുന്നു. അത് പിന്നീട് തമിഴിലൊക്കെ റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമ, തമിഴിലും തെലുങ്കിലും ഒക്കെ. ആ സമയത്ത് ഒരു ഏറ്റവും വലിയൊരു ഹിറ്റായ ഒരു ചിത്രം കൂടിയായിരുന്നു. ആ ചിത്രം രാജ്കുമാർ ഹിരാനി എന്ന സൂപ്പർ ഹിറ്റ് ഡയറക്ടറിൻ്റെ ആദ്യത്തെ ഒരു സിനിമയായിരുന്നു മുന്നാബായ് MBBS. ഒരു ഗുണ്ടയായിട്ടുള്ള ഒരാൾ ഡോക്ടറായിട്ടാണ് അയാൾ ജോലി ചെയ്യുന്നത്. തൻ്റെ വീട്ടുകാരോടൊക്കെ കള്ളം പറയും. പക്ഷേ ആക്ച്വലി അയാൾ ഡോക്ടറൊന്നുമല്ല, അയാൾ ഗുണ്ടയായിട്ടുള്ള ജീവിതമാണ് അയാൾ ജീവിക്കുന്നത്. പിന്നെ അവർ അമ്മയച്ഛനൊക്കെ വന്നു കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ അറിയുന്നു. പിന്നെ അതിന് ശേഷം ഇയാൾക്ക് ഡോക്ടർ ആവാനുള്ളൊരു താല്പര്യം വെച്ചിട്ട് പുള്ളി ഒരു മെഡിക്കൽ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്നതും ഭയങ്കര കോമഡിയും ഒരുപാട് ഇമോഷൻസും ഒക്കെ നിറഞ്ഞൊരു ചിത്രമായിരുന്നു മുന്നാബായ് MBBS. ഇയാൾ ഒരുപാട് ആൾക്കാരുടെ ജീവിതം മാറ്റിമറിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു സംഭവപരമായിട്ടുള്ളൊരു ചിത്രമായിരുന്നു മുന്നാബായ് MBBS. അതിൻ്റെ മുന്നാബായ് MBBSൻ്റെ അതിൽ മുന്നാബായുടെ കൂടെ എപ്പോഴും ഒരാളുണ്ടാവും, അത് സർക്കിട്ടിനെ കണ്ടു കഴിയുമ്പോൾ കറക്റ്റ് അംബാൻ്റെ ഒരു രീതികളൊക്കെയാണ്. ആവേശത്തിലെ ഒരു ക്യാരക്ടർ ഇവർ തമ്മിലൊരു കണക്ഷൻ എനിക്ക് തോന്നിയത് രംഗയും അംബാനും തമ്മിലുള്ളൊരു ബന്ധം, ഒരു ഇമോഷണൽ കണക്ട്. ആക്ച്വലി അതേ ഒരു കണക്റ്റാണ് സർക്കിട്ടും മുന്നാബായും തമ്മിലുള്ളത്. സർക്കിട്ട് മുന്നാബായ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാണ്. കൂടെ വേറെ ഗുണ്ടകളുണ്ടെങ്കിലും ഇയാളുടെ ക്യാരക്ടറാണ് മെയിനായിട്ട് നിൽക്കുന്നത്. ഇയാളാണ് ഏറ്റവും അടുത്ത കൂട്ടുകാർ. പിന്നെ ഇവർ തമ്മിൽ ഉണ്ടാകുന്ന സീനുകളുണ്ട്. അതുപോലെ തന്നെ മുന്നാബായ് ഇവർ തമ്മിൽ പിണങ്ങുന്ന സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേ സംഭവം എനിക്ക് ഈ ആവേശം കണ്ടപ്പോൾ ആവേശത്തിൻ്റെ അകത്തിൽ രംഗൻ പിണങ്ങി മാറി നിൽക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് കറക്റ്റ് ആ ഒരു സംഭവങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നു. എനിക്ക് മുന്നാബായ് MBBSനകത്ത് ഒന്നുകൂടെ ഇവർ തമ്മിലുള്ള കണക്ഷൻ ഒന്നുകൂടെ ഡീപ്പായിരുന്നു. ഇതിൻ്റെ അകത്തിൽ ബാക്കി പിള്ളേരുടെ സംഭവങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് ഡീവിയേറ്റ് ആയിപ്പോയി. കാര്യം ആവേശത്തിനകത്തിൽ 3 പിള്ളേരുടെ കഥയാണല്ലോ മെയിനായിട്ട് നിൽക്കുന്നത്. അവരുടെ ഒരു കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യാൻ വേണ്ടി രംഗ വരുന്നതും ആ ഒരു സംഭവമാണ്. പക്ഷേ മുന്നാബായ് MBBSനകത്തിൽ അയാൾക്കാണ് ഏറ്റവും മെയിൻ ക്യാരക്ടർ, ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻസ്. കാരണം അയാളുടെ ത്രൂ ആണ് കഥ പോകുന്നതും അയാളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ആവേശം നോക്കിക്കഴിഞ്ഞാൽ രംഗയുടെ ക്യാരക്ടർ രംഗയുടെ ലൈഫിൽ അത്ര കോൺഫ്ലിക്റ്റുകളില്ല, പിള്ളേരുടെ ലൈഫിലാണ് കോൺഫ്ലിക്റ്റ് ഉള്ളത്. അതുകൊണ്ട് ഇയാളുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുക. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബോണ്ടിങ് ഈ രണ്ട് ആക്ടേഴ്സിൻ്റെ. ഈവൻ എനിക്ക് രംഗയുടെ അംബാൻ്റെയും ബോണ്ടിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം രംഗ എന്ത് പറയാനും അംബാൻ റെഡിയാണ്. രംഗ ഒന്നും ചോദിച്ചില്ലെങ്കിലും അംബാൻ റെഡിയാണ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെയാണ് ഈ സർക്കിട്ടിൻ്റെ മുന്നാബായുടെ ഒരു റിലേഷൻഷിപ്പ് വരുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ആ സിനിമ കണ്ടു നോക്കുക. മുന്നാബായ് MBBS ഭയങ്കര അധികം ഇമോഷണലി കണക്റ്റ് ആവുന്ന നല്ല രസമുള്ളൊരു സിനിമയാണ് മുന്നാബായ് MBBS. തീർച്ചയായിട്ടും ആവേശം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ. എനിക്ക് ഈ വർഷത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമയാണ് ആവേശം. വൺ ഓഫ് ദി കൾട്ട് മൂവിയായിട്ട് എന്ന് നിലനിൽക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം അത്ര രസമുള്ള ക്യാരക്ടറൈസേഷനും കഥയും സംഭവങ്ങളും ക്ലൈമാക്സും എല്ലാം കൂടെ നിറഞ്ഞൊരു കിടിലം പടമാണ് ആവേശം. മുന്നാബായ് MBBS നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടുപോകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാരക്ടർ നമ്മളൊരു സിമിലാരിറ്റി നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. പക്ഷേ അത് ഒരിക്കലും അത് കോപ്പിയാണ്, ഇൻസ്പയർഡ് ആണോ, കോപ്പിയൊന്നുമല്ല, ഒരിക്കലും കോപ്പിയല്ല. ഇൻസ്പയർഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി പറയാം, നമുക്കറിയാത്ത ഡയറക്ടറിനെ അറിയത്തുള്ളൂ. മേ ബി എവിടെയെങ്കിലുമൊക്കെ പടം പണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ആ ഇൻസ്പിറേഷൻ നിന്നിട്ടുണ്ടാവും. കാര്യം ഇതുപോലെ ക്യാരക്ടറിനെ വേറെ സിനിമകളിലൊന്നും കണ്ടിട്ടില്ല. കാര്യം ഒരു ഗുണ്ടയുടെ കൂടെയുള്ള ആൾ നമ്മളൊരു ഇമോഷണൽ കണക്ട് വേറെ സിനിമകളൊന്നും കണ്ടിട്ടില്ല. ഇനി കഥ തമ്മിൽ യാതൊരു ബന്ധമില്ല, കഥ രണ്ടും വേറെ കഥകളാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കും. എന്തായാലും കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം, ബൈ.